എത്ര നേരം ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കാൻ പോലും പറ്റില്ലേ? അതോ ഇനി എന്റെ കോൾ എടുക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അമ്മി, നീ എന്തൊന്നും മിണ്ടാത്തെ? അമ്മി, നീ എത്ര നേരം എന്നോട് സംസാരിക്കാതെ ഫോൺ പിടിച്ച് അവിടെ നിൽക്കും? മോളെ, മോളായിരുന്നു ഫോൺ എടുത്തേ. മോൾക്ക് അങ്കിളിന്റെ സൗണ്ട് മനസ്സിലായോ? ആ, മോൾ എടുത്തായിരുന്നോ? ആരാ ഫോണില്? ഹലോ ഹലോ ഹലോ, ഞാനാ. എന്റെ ശബ്ദം കുഞ്ഞിന് പോലും മനസ്സിലായി. പക്ഷേ അമ്മയ്ക്ക് ഓർമ്മ കാണില്ലായിരിക്കും. എന്താ രഘുവേട്ടാ, എന്താ വിളിച്ചേ? ആ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആമയും മോളിനെയും വിളിക്കാവുന്ന അവസ്ഥ എത്തിയോ? ആമി, എന്താ ഒന്നും മിണ്ടാത്തെ? ശരി, എന്നോടൊന്നും സംസാരിക്കണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. രഘുവേട്ടൻ എന്താ അറിയണ്ടേ? ചോദിക്ക്. നീ ഇന്നലെ മറ്റവനോട് എവിടെ പോയത്? ഏത് മറ്റവന്റെ കൂടെ? അത് ഞാൻ ഇനി തെളിച്ച് പറയണം. എന്തിനാ ആമി നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ? നിനക്ക് മോൾക്ക് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ദേ, ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തിനെങ്കിലും ഓർക്കായിരുന്നില്ല നിനക്ക്? രഘുവേട്ടാ, സൂക്ഷിച്ച് സംസാരിക്കണം. കുറച്ച് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയാന്ന് കരുതണ്ട. ഞാൻ പറയുന്നതാണോ കുറ്റം? തന്നിഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അത് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ആമി. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിന്റെ മനസ്സിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ആ ബെഞ്ചമിൻ എന്താ ചെയ്തേ? അത് പറ. ആരെങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ആമി. എന്താ മറുപടി പറയാത്തെ? നിന്നോട് ആമി ചോദിച്ചേ. നീ അവന്റെ കൂടെ എവിടെ കറങ്ങാനാ പോയെ? അത് രഘുവേട്ടൻ അറിയേണ്ട കാര്യമില്ല. ഹലോ ഹലോ, രഘു, ദാ ചായ കുടിക്കും. മോനെ, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് നിനക്കെന്നോട് ദേഷ്യം തോന്നരുത്. നമുക്ക് സ്ഥാനമില്ലാത്ത സ്ഥലത്ത് നമ്മൾ അഭിപ്രായം പറയാനോ ഇടപെടാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെ ആവും. എന്തായി പറഞ്ഞു വരുന്നത്? നിന്നേക്കാൾ കൂടുതൽ ഈ ലോകം കണ്ടവളാ ഭാനുവമ്മ. നിനക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്. അവരെ മറന്ന് മറ്റാരെ തേടിപ്പോയാലും അതൊന്നും നിലനിൽക്കില്ല. ഭാനുമ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാൻ കരുതിയതെല്ലാം തെറ്റാവണമെന്ന് തന്നെയാ എൻ്റെ പ്രാർത്ഥന. നിനക്കൊരു പെൺകുഞ്ഞുണ്ട്. ആ ഒരു ഓർമ്മ നിന്റെ പ്രവൃത്തിയിലും ഉണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കണം. അവിടെ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഭാനുവ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഭാനുവമ്മേ. ആ, അത് മതി. നീ ചായ കുടിക്ക്. വിനയന്റെ വണ്ടിയാണല്ലോ. അല്ല, ഇവൻ ഈ വണ്ടിയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുകയാണോ? ഡി, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാരും ഉണ്ടല്ലോ. വാണ്ടി അങ്കിളെ. ലച്ചുമോളെ, മോളുടെ കൊച്ചുവാവകളൊക്കെ എവിടെ?
എല്ലാരും അവരുടെ അമ്മയുടെ അടുത്തുണ്ട്. ഇവള് ഉറങ്ങിപ്പോയി, അതിന്റെ മൂടില്ല. മാഷില്ലേ അമ്പിളി? ഇല്ല അങ്കിളെ, അച്ഛൻ കടയിൽ വരെ പോയതാ, ശരി. ഉടനെ വരും. ലച്ചുമോളെ ചുവളെ വാ, നമുക്ക് മോന്റെ മുറിയിലേക്ക് പോവാം. അവിടെ വെച്ച് അങ്കിള് മോക്ക് ചോക്ലേറ്റ് തരാം. വാ. ഇവളിപ്പോ വരില്ല വിനയ, അവളുടെ മൂടൊന്ന് ശരിയാവണം. ആണോ? എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല്. ചീരു നിങ്ങൾ വന്നത് അറിഞ്ഞു കാണില്ല. അല്ല, ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട മോളെ, ഞങ്ങൾ പോയി കണ്ടോളാം. ശരി. വാ വാ, വാ. വാ. ചീരൊരു മോന് നമുക്ക് ഒരു സർപ്രൈസ് കൊടുത്തേക്കാം. നീ ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരുന്ന സർപ്രൈസ് അല്ല, ശല്യായിട്ട് അവൾക്ക് തോന്നും. എന്തിനിങ്ങനെ കരയുന്നേ? അച്ഛമ്മയുടെ മക്കളുവാ. വാ. വാ. ഇങ്ങോട്ട് വേണ്ട വാ വേണ്ട മോളെ. വേണ്ട വേണ്ട. ഇങ്ങോട്ട് മാറി. കരയില്ലേ? എന്താണ് വേണ്ട, മോനെ, വേണ്ട, വാവേ. വേണ്ട വേണ്ട, കരയില്ലേ? ഉറങ്ങുവാണോ? വാ മോളെ. ദേ ദേ കുഞ്ഞാവിനെ നോക്കി, അവനെ കണ്ടോ? ദേ കുഞ്ഞാവിനെ വാ നോക്കി. വാ, മോള് വാ, ഇങ്ങ് വാ വാ. മക്കളെ എന്നാ പിടി. എന്താടാ ഛെ, ഇതെന്തോന്നിത്? കരയല്ലേടാ മക്കളെ, കരയല്ലേ? കരയില്ലെന്ന്. മക്കളെ ചോക്ലേറ്റ് തരാലോ. ദാ നോക്കിയേ. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നോടായിരുന്നോ? നിന്നെ മക്കളെ ഒന്ന് കാണുന്നു തോന്നും മോളെ, അതുകൊണ്ട് വന്നതാ. നമ്മളെ ദേ, ദേ. ചോക്ലേറ്റ്, ദേ, ചോക്ലേറ്റ്. ചോക്ലേറ്റ് കഴിക്ക്, ചോക്ലേറ്റ് കഴിക്ക്. കഴിക്കേ. ആ. ഇത് എന്ത് പറ്റി രണ്ടാൾക്കും? ഞങ്ങളെ ആരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്റെ ചീരു, ഈ പിള്ളേരിങ്ങനെ തൊള്ള തുറന്ന് കാറിയാല് നമ്മുടെ മോൻ എങ്ങനെ സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങും? നിനക്ക് ഇവരെ അപ്പുറത്തെ മുറിയിലെക്കാൻ കിടത്തിയ പോരായിരുന്നോ? എനിക്ക് നിങ്ങളെ പോലെ സ്വന്തം മക്കളെ തരം തിരിച്ചു കാണാൻ അറിയില്ല. മോനെ ഇവരെയൊക്കെ ഞാൻ പ്രസവിച്ചതാ. അല്ല മറിയമ്മ, അയ്യോ ചീരു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മോന്റെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി പറഞ്ഞതാ. മോൻ ഇത് കേട്ട് ശീലമായി കാണും. അവൻ അവന്റെ ചേച്ചിമാരുടെ കരച്ചില് ഒരു താരാട്ട് പോലെ തോന്നും. അതെ, ഞങ്ങൾക്കും ഇവരുടെ കരച്ചിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നീ ഇവരുടെ കരച്ചിലധികം കേൾക്കാത്തോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതെങ്ങനെ? അവരെ ഇതുവരെ സ്വന്തം മക്കളെ കണ്ടിട്ടില്ലല്ലോ. ഒരു മകൻ ജനിച്ചതിന് ശേഷമല്ലേ ഞാനൊരു അച്ഛനാണെന്നുള്ള ബോധം പോലും ഉണ്ടായത്. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.